ഈ ഫിൽട്രേഷൻ എങ്ങനെയാണ് ബാക്ക് വാഷ് എന്ന് പറഞ്ഞുതരാം. ഇതിന് 3 മോഡാണ് ഉണ്ടാവുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ആദ്യത്തത് ഫിൽട്ടർ, രണ്ടാമത്തത് ബാക്ക് വാഷ്, മൂന്നാമത്തത് റിൻസ്. എപ്പോഴും ഇത് ഫിൽട്ടറിലാണ് ഉണ്ടാവുക. നമുക്ക് ആഴ്ചക്ക് ഒരു ദിവസം എന്തായാലും ബാക്ക് വാഷ് ചെയ്യുന്നത്. കാരണം ആഴ്ചക്ക് ഒരു ദിവസം നമുക്ക് തന്നെ ഇതിലൊക്കെ ഒരു 7000-10,000 ലിറ്റർ വെള്ളം പാസ് ചെയ്ത് പോകും. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ വേസ്റ്റ് ഇവിടെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തായാലും ചെയ്യണം. 2 പ്രാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ആദ്യം ഈ ഫിൽറ്റർ നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് വന്നത് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പൊക്കുക. എന്നിട്ട് ഇതിങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് താഴെയാണ് ബാക്ക് വാഷ് നേരിയിട്ടുണ്ടാവുക. താഴെ ഇവിടെ 2 എഴുതിയിട്ടുണ്ട് ബാക്ക് വാഷ് നേരിട്ടുണ്ട്. ബാക്ക് വാഷിലിടുമ്പോൾ ഈ അങ്ങനെ വരുന്ന വെള്ളം തിരിച്ച് ഫിൽറ്ററിൽ പോയി ഫിൽറ്ററിൽ നിന്ന് ഈ വേസ്റ്റ് വെള്ളത്തിന് മുകളിലേക്ക് കൊണ്ടുവന്ന് ഇതിലേ പുറത്തേക്ക് വരും. ഇതിലൊക്കെ ഇതെപ്പോഴും അന്നേരം തുറന്ന് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൽ നമുക്ക് വേസ്റ്റ് വെള്ളം ഒരു പ്രാവശ്യം വന്നാൽ അത് തെളിയുന്ന വെള്ളം വരുന്നവരെ നിൽക്കുക. വെള്ളം എന്നിട്ട് ഒരു പ്രാവശ്യം തെളിഞ്ഞ് വരും ഈ വേസ്റ്റെല്ലാം പോയിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെന്താ വേണ്ടത് വെച്ചാൽ ഈ ബാക്ക് വാഷിൽ നിന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ട് റിൻസിൽ കൊണ്ടുപോയി വെക്കുക. റിൻസ് 3ാമത്തെയാണ്. റിൻസിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള മീഡിയം ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അത്രയൊന്നും വെക്കണ്ട, ഒരു 1/2 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് വേസ്റ്റൊന്നും അധികം പോകാനുണ്ടാവില്ല. പക്ഷേ എന്നിട്ടാകുമ്പോൾ അത് തിരിച്ചാദ്യം നമ്മൾ ബാക്ക് വാഷിലേക്ക് തന്നെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കണം. എന്നാൽ എന്നിട്ട് വെയിറ്റ് ചെയ്യുമ്പം ആദ്യത്തെ പ്രാവശ്യം നമുക്ക് വേസ്റ്റ് പോയി, രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള വേസ്റ്റും പോകും. രണ്ടാമത്തെ അത്രയും ഉണ്ടാവില്ല, ആദ്യം പോയി അത്രയും ഉണ്ടാവില്ല, രണ്ടാമത്തെ കുറച്ച് കുറവായിരിക്കും. എന്നിട്ട് രണ്ടാമത്തെ പോയിട്ടുമ്പോൾ അത് തെളിയുമ്പോൾ ആദ്യം കൊണ്ടുപോയിട്ട് നമ്മൾ റിൻസിൽ തന്നെ പോയി കൊണ്ടുപോയി വെക്കുക. റിൻസിൽ ഒരു 1/2 മിനിറ്റ് വെച്ചിട്ട് തിരിച്ച് നമ്മൾ ബാക്ക് വാഷിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വെയിറ്റ് ചെയ്താൽ പിന്നെ 3ാമത്തെ. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന കണക്കാർ വേസ്റ്റിൻ്റെ അളവ് കുറഞ്ഞ് വരും. അപ്പോൾ നമ്മളിത് ചിലപ്പോൾ ചില വീട്ടിൽ 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരും, ചില സ്ഥലത്ത് ഒരു 5-6 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അത് അത്രയും വേസ്റ്റിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടി വരും. എപ്പോഴും നമ്മൾ ഇതിനൊക്കെ ചെയ്യുമ്പോൾ ഇതിൽ പോകുന്ന വേസ്റ്റിൻ്റെ അളവ് നോക്കിയിട്ടാണ് ഇത് തിരിക്കേണ്ടത്. വേറെ സമയമൊന്നുമില്ല. വേസ്റ്റ് തെളിയുന്നു വന്നാൽ തെളിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയി കൂട്ടാം. അപ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റിൽ റിൻസിലുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഓക്കെ ആയെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ റിൻസിൽ നിന്ന് ബാക്ക് വാഷിലേക്ക് പോകണ്ട. കാരണം വേസ്റ്റ് പോയി നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫിൽറ്ററിലേക്ക് തന്നെ ഇടുക. അപ്പോൾ പിന്നെ ഫിൽറ്ററിലേക്ക് ഇട്ടിട്ടാകുമ്പം ഇവിടെ ഔട്ടിൽ നമ്മൾ ചെക്കിങ്ങിന് ഒരു വാൾവ് വെച്ചിട്ടുണ്ട്, ഇത് തുറന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കുറച്ച് വെള്ളം ഇതിലേക്ക് കളഞ്ഞതിന് ശേഷം ഇത് പൂട്ടുക. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്തതിന് ശേഷം വരുന്ന ആദ്യത്തെ വെള്ളം അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു 1/2 ബക്കറ്റ് വെള്ളം ഇതിനൊക്കെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വെള്ളത്തിന് നല്ല ക്ലിയർ ഉണ്ടാവും. അത് ക്ലോസ് ചെയ്താൽ അത് നമ്മുടെ ലൈനിലേക്ക് വീട്ടിലെ എല്ലാ സ്ഥലത്തേക്കും എത്തും. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഇതും കൂടി ഒന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ബോർവെല്ലിനാണ് ഇത് ഉപയോഗിക്കുക. ബോർവെല്ലിൽ എന്ന പ്രശ്നം വെച്ചാൽ ബോർവെല്ല് എയറുമായിട്ട് ബന്ധപ്പെടാത്ത വെള്ളമായതുകൊണ്ട് ഈ ബോർവെല്ല് എപ്പോഴും ഒരു സെറ്റിലാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിന് എപ്പോഴും ഒരു ചെറിയൊരു മങ്ങിയ കളർ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എല്ലാ ബോറിനല്ല, മിക്ക ബോർവെള്ളത്തിനും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനൊന്ന് സെറ്റിൽമെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട്